ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നിരിക്കുന്ന ഞങ്ങളിന്ന് മറ്റേ റോഡ് റീലുമായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. നമ്മുടെ ഓക്ക മൈദ എസൻസൊക്കെ മിക്സാക്കിയിട്ട് നമ്മൾ സ്പൈഡർ കുക്കരി പിന്നെ കോർത്തിട്ട് നമ്മുടെ ഈ ആറ്റിലിടാവുന്നതാണ്. ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട്, വലിയ മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഏതൊക്കെ മീൻ കിട്ടുമെന്നുള്ളത് കറക്റ്റായിട്ട് വീഡിയോ കാണിക്കാം. മഴ പെയ്തില്ലെന്നുണ്ടെങ്കിൽ സ്ഥിരണിക്കാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. എന്തായാലും വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഓക്കെ മുച്ചന്മാരെ, നമ്മുടെ തീറ്റയുണ്ടോ, നമ്മൾ ഈ കുറച്ച് ഓക്കയും മൈദയും പൈനാപ്പിൾ എസൻസൊക്കെ കേട്ടോ ചേർത്തിരിക്കുന്നത്. അത് പൊടിച്ചിടണ്ടേ ഈ പരുവാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു പുട്ട് പരുവാകും കേട്ടോ. നമ്മുടെ തീറ്റ ഇടാൻ പോകുന്നത് സ്പൈഡർ ഹുക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ ഇതിനോടാണ് ഈ തീറ്റി ആഡ് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാക്കിയത് എല്ലാ പ്രാവശ്യം കാണിക്കുന്നതൊക്കെ തന്നെ. ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല കാണിക്കാനായിട്ട്. ഇതിങ്ങനെ ഫില്ല് ചെയ്യുക, ചൂണ്ട കുത്തിയൊക്കെ കയറി, അത്രേ ഉള്ളൂ. നല്ല മണമുള്ള തീറ്റയാണ് കേട്ടോ. അതിന് ആ പ്രസൻസ് ഒക്കെ വേണ്ടു. ചൂണ്ട ഇങ്ങനെ മലത്തി കുറച്ച് വെക്കുക കേട്ടോ. ചൂണ്ട ഇതുപോലെ നമ്മളിങ്ങനെ മേലോട്ട് കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് മലത്തി കോർക്കുക കേട്ടോ. ഇങ്ങനെ ഇരിക്കുക അപ്പം കേട്ടോ. അതിലോട്ട് നമ്മൾ വീണ്ടും ആഡ് ചെയ്യും. അതങ്ങ് പൊതിയും, ചൂണ്ട കാണിക്കത്തില്ല, അതുപോലെ പൊതിഞ്ഞിട്ടാണ് നമ്മൾ എറിയുന്നത്. ഭയങ്കര ട്രിക്കൊക്കെ പരിപാടി. പഴയ കാലമൊന്നുമല്ല ഇപ്പോൾ, അല്ലടാ? അതെ, സംഭവം കൊള്ളാം. പക്ഷേ അപകടമായി, കയ്യൊക്കെ ഒന്നും കൂടെ കൂർത്ത് വെക്കുക. ഉണ്ടോ ഇതേപോലെ ആയിട്ടുണ്ടോ? നമ്മളിതിലോട്ടങ്ങ് കൈ കൊണ്ടോ പൊതിയുക. ഇന്ന് പ്രാന്തന്മാരായില്ലേ നമ്മളെ തോന്നുന്നത്. ചൂണ്ടപ്രാന്തന്മാർ നമ്മളെ ഉള്ളത് തോന്നുന്നു. വരുമായിരിക്കും അല്ലേ? വരും. ഇവിടെ വരുന്ന പുറണ്ടേ വരുന്നത് അത്യാവശ്യം ആൾ വരുന്ന സ്ഥലമാണ്. മീനിൻ്റെ കെട്ടിലെ കൂടുതലോട്ടായിരിക്കും വരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ആളുടെ കുറവ്. നോക്കാം. കണ്ട, ഇത് നമ്മുടെ സാധനം കേട്ടോ, ബോംബ്. കണ്ടാ, കാസ്റ്റ് ചെയ്യാല്ലേ? കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. തൂളിയായി നല്ല കുറുവ, സൈസ് കുറുവ, നല്ല മുഴുത്ത കുറുവ. ആദ്യത്തെ തീറ്റിക്കാൻ മീൻ വെച്ചിട്ടുണ്ടേ. ഇതിലെടുക്കുമ്പോൾ നിങ്ങൾ ഈ ചൂണ്ടുണ്ടോ, കയ്യെ കൊണ്ടു കഴിഞ്ഞാൽ പണി പാടും. കണ്ട, വിട്ടേക്കാം. ഓക്കെ, എന്താ ആ മീൻ കിട്ടി വേണ്ടത്. തീറ്റ പോയിട്ടില്ല കേട്ടോ, കുറച്ചേ പോയിട്ടുള്ളൂ. എന്ന് വെച്ചിട്ട് നമുക്ക് പൊരിക്കാൻ കേട്ടോ. പ്രതീക്ഷ വലുതില്ല കേട്ടോ. കൊമ്പനെ പിടിക്കാനുള്ള പ്രതീക്ഷയാണ് നമ്മൾ നിൽക്കുന്നത്. പഠിച്ച് വടക്കണോ? ഇവിടേ ഉള്ളൂടാ, ഇവിടെ നിന്ന് വളർത്താനിട്ടിരിക്കുന്നു. മീനടിച്ചിട്ടുണ്ടേ.
തൂളി 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 രണ്ടും കുറുവാറ് തൂളെ നല്ല മീനാ തോന്നുന്നു അല്ലേ? മുളച്ചായിരുന്നു. എടുത്തോട്ടെ, എടുത്തോ. കാണുന്നത് കാണിക്കാൻ വേണ്ടി കേട്ടോ ഈ മൊയിലി. എന്നാ ഉണ്ടെന്ന് നോക്കാം. എന്നാ മഴക്കാറുണ്ടോ? നല്ല മഴ വരുന്നുണ്ട്. കണ്ണീരാണോ? അതെ സൈസ് കുറവ്. നല്ല കിടിലം കുറുവാണ്. ഇതിന്റെ വലുപ്പം നോക്കിക്കണ്ടോ, സൈസ് ഇവിടെ കുറുവേ ഉള്ളു കേട്ടോ. ആ കുറുവേ അല്ലേ? അതെ. ഞാൻ ഒരു വലിയ മീനാക്കുന്നുണ്ടോ, കണ്ട എന്താ പോയി വീട്ടില് കാണിക്കോ അടകടയില്ലേ? കണ്ട കുറുവാണ്ടോ, നല്ല അടിപൊളി കുറുവ കേട്ടോ, നല്ല നെയ്യുള്ള കുറുവ കേട്ടോ. കണ്ട അതെ, വാ പീൻ കാണിച്ചിട്ട് വാ. നമ്മൾ ഇന്നും കൈവരം ഉണ്ടെന്നില്ല, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മറന്നു പോകുമല്ലോ, അതുകൊണ്ട് നമ്മളൊരു ചരടെ കൂർത്തിടുക കേട്ടോ. കണ്ടോ ഇതുപോലെ കൂർത്ത് കൈ കൊണ്ട് വെച്ചാ കണ്ടതേ എന്താ പോവാണ് പൊക്കാൻ നേരത്ത് നോക്കി പൊക്കണമെന്ന് കേട്ടോ. അടിപൊളി. ഓക്കെ അത്ര ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങളാണ് നമ്മുടെ മീൻപിടുത്തം നിർത്തുക, കാരണം അല്ല നമ്മുടെ കാലാവസ്ഥ പ്രതികൂലം കേട്ടോ. കാരണം നല്ല മഴയൊക്കെ ഇവിടെ കയറിയൊക്കെ സൗകര്യമില്ല, തണുപ്പ് പിടിച്ചാൽ കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ മീൻ ഇവിടെ കിട്ടുന്നുണ്ട്, പക്ഷേ മടുപ്പൊന്നുമില്ല. പക്ഷേ നിർത്തുക, കാരണം ഉച്ചയായി, ഇപ്പോഴും മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കിട്ടിയ മീൻ കാണിക്കാം, പോയില്ല കാണിക്കാം കേട്ടോ. ചില കിട്ടിയിരിക്കും. കേട്ടോ നല്ല മുട്ടൻ കുറുവ കേട്ടോ. പക്ഷെ എന്നാ ചെയ്യാനാ, കാലാവസ്ഥ മോശമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ഞങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കൂടെ കൂടുവാണെങ്കിൽ പോകാനും. അപ്പം അടുത്തൊരു വീഡിയോ ആണ് വരാൻ കേട്ടോ. നല്ല വലിയ മീൻ പിടിക്കുന്ന ഇതൊക്കെ വലിയ മീൻ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം നമുക്ക് കേട്ടോ.